മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോസ് റേഷ്യോ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറംസ്, കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ മുഴുവൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രി, അതായത് സിമെട്രിക് പോയിന്റ്സ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് സിമെട്രി പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾക്ക് പറയാം. എങ്ങനെ അറിയോ? ലൈനിന് വിത്ത് റെസ്പെക്ട് ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ ലൈനെയും നമ്മൾ സർക്കിൾ എന്ന് പറയും. സർക്കിൾ വിത്ത് ഇൻഫിനിറ്റ് റേഡിയസ് ആണ് ലൈന്, സർക്കിൾ വിത്ത് ഫൈനൈറ്റ് റേഡിയസ് സാധാരണ നിങ്ങളുടെ സർക്കിൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ സിമെട്രിക് പോയിന്റ്സ്, സിമെട്രി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിമെട്രിക് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ലൈനിന് വിത്ത് റെസ്പെക്റ്റും സിമെട്രിക് പോയിന്റ്സ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ സർക്കിളിന് വിത്ത് റെസ്പെക്റ്റും സിമെട്രിക് പോയിന്റ്സ് പറയാറുണ്ട്. അതായത് ലൈനിന് വിത്ത് റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ സർക്കിൾ വിത്ത് ഇൻഫിനിറ്റ് റേഡിയസ്, സർക്കിൾ വിത്ത് ഫൈനൈറ്റ് റേഡിയസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ കേസിൽ നമ്മൾ സിമെട്രി പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം സെഡും സെഡ് കോൺജുഗേറ്റും നോക്കുക. സാധാരണ സിമെട്രിക് പോയിന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സെഡ് സ്റ്റാർ ആണ്. ഇവിടെ സെഡ് സ്റ്റാർ എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റ്. ഞാൻ ഈ പർട്ടിക്കുലർ കേസാണ് കേട്ടോ പറയുന്നത്. സെഡും സെഡ് കോൺജുഗേറ്റും സിമെട്രിക് പോയിന്റ്സ് ആണോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് സിമെട്രിക് പോയിന്റ്സ് നിങ്ങൾക്കറിയാം അല്ലേ? അത് കാരണം സെഡ് നമ്മൾക്ക് എങ്ങനെ, ഇപ്പം സെഡ് എന്ന് പറയുന്നത് x, y ആണെങ്കിൽ x, y. സെഡ് കോൺജുഗേറ്റ് എന്താ വരിക? x-y എന്നാ വരിക അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതല്ലേ വരുന്നത് സെഡ് കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ ഈ റിയൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു, ലൈനിന് വിത്ത് റെസ്പെക്ട് ടു ആണ് സിമെട്രി പറയുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് സെഡ് കോൺജുഗേറ്റ് ഈ രണ്ട് പോയിന്റ്സും സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ് പറയുന്നത്? നോക്കൂ, ഇവിടെ നോക്കൂ, ഈ റിയൽ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള സെഡിലോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ റിയൽ ആക്സിസിലൂടെ ഞാനൊരു പോയിന്റ് സെഡ് ഡാഷ് എടുക്കാന്ന് വിചാരിക്കുക. ഈ സെഡ് ഡാഷിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ് അല്ല? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഡിസ്റ്റൻസ്. യൂക്ലിഡിയൻ പ്ലെയിൻ അല്ലേ? അപ്പോൾ ആ രണ്ട് സെഡ് കോൺജുഗേറ്റ്, ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. ഇത് ഏതൊരു സെഡ് ഡാഷ് ഈ ലൈനിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ സെഡ് ഡാഷിൽ നിന്ന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇനി ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ സെഡ് ഡാഷ് എടുക്കാന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കിട്ടിയോ? അപ്പോൾ ഇതാണ് ഒരു ആക്സിസ്, ഒരു ലൈനിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഡ് ടു സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്, സെഡ് ആൻഡ് സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സിമെട്രിക് പോയിന്റ്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ്, നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ദ പോയിന്റ് സെഡ് ആൻഡ് സെഡ് കോൺജുഗേറ്റ് ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ, സപ്പോസ് സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ആണ് നമ്മൾ സിമെട്രിക് പോയിന്റ്സ്. അതായത് സെഡും സെഡ് കോൺജുഗേറ്റും പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് സെഡും സെഡ് സ്റ്റാറുമാണ് നമ്മൾ പറയാറ്. അപ്പോൾ സപ്പോസ് സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ബി സിമെട്രിക് പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഫോർ എവറി സെഡ് ഡാഷ് ഇൻ സി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ സർക്കിൾ വിത്ത് ഫൈനൈറ്റ് റേഡിയസ് ആവാം. ഓക്കെ, ഇക്വ ഡിസ്റ്റൻസ് അതാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ആർ ഇക്വ ഡിസ്റ്റൻസ് ഫ്രം ഓൾ പോയിന്റ്സ്, equidistant from all points on the straight line. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലോട്ട് വരികയാണ്, ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷനിലോട്ട് വരികയാണ്. ഇഫ് W ഈക്വൽ ടു, അതായത് ഇത് പ്രൂവ് ചെയ്യാൻ പോകണം നമ്മൾ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T with real coefficients carries the symmetric points Z and Z conjugate with respect to the real axis into W and W star, which are also symmetric with respect to the real axis. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ സെഡും സെഡ് കോൺജുഗേറ്റും സിമെട്രിക് പോയിന്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യും? ഈ സിമെട്രിക് പോയിന്റ്സിലോട്ട് തന്നെ, അതൊരു തിയറമായിട്ടും വരുന്നുണ്ട് കേട്ടോ, സിമെട്രിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്, സിമെട്രിക് പോയിന്റ്സിനെ സിമെട്രിക് പോയിന്റ്സിലോട്ട് തന്നെ മാപ്പ് ചെയ്യുക. അതായത് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നതും എന്തായിരിക്കും?
ഓൾസോ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ്. സെഡും സെഡ് കോൺജുഗേറ്റും റിയൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ ഇമേജ്, ഇപ്പോൾ ടി എന്ന് പറയും, ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം, അണ്ടർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം നിങ്ങൾ ഇമേജ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ഇമേജസും എന്തായിരിക്കും, റിയൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രിക് ആയിരിക്കും. അതിനുള്ള പ്രൂഫാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഡബ്ല്യു ഈക്വൽ ടു ടി സെഡ് ഈസ് ഈക്വൽ ടു എ സെഡ് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ എ ബി സി ഡി ആർ റിയൽ. അപ്പോൾ then ഡബ്ല്യു സ്റ്റാർ എങ്ങനെയാണ് വരിക? ഡബ്ല്യു സ്റ്റാർ എന്ന് പറയുന്നത്, അതായത് ടി സെഡ് കോൺജുഗേറ്റിനെയാണ് നമ്മൾ ഡബ്ല്യു സ്റ്റാർ എന്ന് കൊടുത്തത്. ടി സെഡിന് ഡബ്ല്യു എന്ന് കൊടുത്തു, അതിൻ്റെ കോൺജുഗേറ്റ്, അതായത് സെഡ് കോൺജുഗേറ്റ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ്. അതിൻ്റെ ഇമേജ്, ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ ഇമേജ് അതാണത്. ഇതിൻ്റെ ഇമേജ് എങ്ങനെ വരും? ടി സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് അതെങ്ങനെ ലീനിയർ ഫ്രാക്ഷണൽ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ഇമേജ് ഓഫ് സെഡ് കോൺജുഗേറ്റ് അണ്ടർ ടി ഈസ് ഓഫ് ദി ഫോം എ സെഡ് കോൺജുഗേറ്റ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി സെഡ് കോൺജുഗേറ്റ് പ്ലസ് ഡി. അത് കോൺജുഗേറ്റിൻ്റെ അപ്ലൈ ചെയ്തു, ഡബ്ല്യു കോൺജുഗേറ്റ് എന്ന് കിട്ടിയോ? അപ്പോൾ ടി സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു, ടി സെഡ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോൺജുഗേറ്റ്. അപ്പോൾ എന്താ വരുന്നത്? ടി സെഡ് ഡബ്ല്യു, ടി സെഡ് കോൺജുഗേറ്റ് ഡബ്ല്യു കോൺജുഗേറ്റും ആണെങ്കിൽ എന്താ, ഡബ്ല്യു ആൻഡ് ഡബ്ല്യു കോൺജുഗേറ്റ് ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ്. ഇവിടെ എന്താ, എവിടെന്നാ തുടങ്ങിയത്? സെഡ് ആൻഡ് സെഡ് കോൺജുഗേറ്റ് ആർ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി റിയൽ ആക്സിസ് ആൻഡ് ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സോ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ carries Z and symmetric points Z conjugate with respect to the real axis into symmetric points W and W bar with respect to the real axis. ഇനി നമ്മൾ പറയുന്നത് ഫൈനൈറ്റ് റേഡിയസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു സാധാരണ സർക്കിൾ. അപ്പോൾ എങ്ങനെയാണ് സിമെട്രി പറയുക? സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു എങ്ങനെയാണ് സിമെട്രി പറയുക എന്നുള്ളതാണ് പറയുന്നത്. ദി പോയിന്റ് Z and Z star are said to be symmetric with respect to the circle. സർക്കിൾ വിത്ത്, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊന്ന് മാത്രം, സർക്കിൾ വിത്ത് ഇൻഫിനിറ്റ് റേഡിയസ് വിച്ച് ആർ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്തത് മാത്രം. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി സർക്കിൾ ത്രൂ Z1 Z2 Z3. ജനറൽ ഡെഫിനിഷനാണ് പറയുന്നത്. സെഡും സെഡ് സ്റ്റാറും എപ്പോഴാണ് സിമെട്രിക് ആണെന്ന് പറയുക? വിത്ത് റെസ്പെക്ട് ടു എ സ്ട്രെയിറ്റ് ലൈൻ, വിത്ത് റെസ്പെക്ട് ടു എ സർക്കിൾ. സർക്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് കേസും ഇൻക്ലൂഡഡ് ആണ്. അതൊന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞത് കേട്ടോ. ആ സർക്കിളിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് സർക്കിൾ പാസസ് ത്രൂ Z1 Z2 Z3. എപ്പോഴാണ് പറയുക? സെഡ് ആൻഡ് സെഡ് സ്റ്റാർ. ഇതാണ് ജനറൽ ഡെഫിനിഷൻ. എപ്പോഴാണ് പറയുക? ക്രോസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്രോസ് റേഷ്യോ ഓഫ് സെഡ് സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു Z1 Z2 Z3 ഇസ് ഈക്വൽ ടു ക്രോസ് റേഷ്യോ ഓഫ് Z1. അപ്പോൾ സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് പോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ശ്രദ്ധിക്കുക, cross ratio of Z star Z1 Z2 Z3 is equal to cross ratio of Z1 Z2 Z3 whole conjugate. കിട്ടിയോ? അപ്പോൾ ഇതാണ് സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് ആവണമെങ്കിൽ ക്രോസ് റേഷ്യോന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ഡെഫിനേഷൻ. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ടായിട്ട് പറയുന്നത് ദി പോയിന്റ്സ് ഓൺ സി, അതായത് പോയിന്റ്സ് ഓൺ സി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ലൈനിൽ വരുന്ന പോയിന്റ്സുകൾ, അല്ലെങ്കിൽ അതായത് ഇൻഫിനിറ്റ് റേഡിയസ്, ഈ സർക്കിളിൻ്റെ പുറത്ത് വരുന്ന പോയിന്റ്സുകൾ, ഇവിടെയുള്ള പോയിന്റ്സുകളില്ലേ, ഇതെല്ലാം എന്താണ്? സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൽഫ് ആണ്. ഇവിടെ വരുന്ന പോയിന്റ്സുകളെല്ലാം സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദംസെൽസ് ആണ്. ആ പോയിന്റിനോട് തന്നെ സിമെട്രിക് ആണ്. അപ്പോൾ ഒരു പോയിന്റ് ആ പോയിന്റിനോട് തന്നെ സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് ലൈനിലായിരിക്കും, അല്ലെങ്കിൽ സർക്കിളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതാണ് ദി പോയിന്റ്സ് ഓൺ സി ആർ സിമെട്രിക് ടു ദംസെൽസ് ആൻഡ് ദീസ് ആർ ദി ഓൺലി പോയിന്റ് സിമെട്രിക് ടു, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സിമെട്രിക് ടു ദംസെൽസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ലൈനിൽ അല്ലെങ്കിൽ സർക്കിൾ. അപ്പോൾ പോയിന്റ്സ് ഓൺ സി എന്ന് പറയുന്നത് സിമെട്രിക് ടു ദംസെൽസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് എടുത്തു സിയിൽ. സി എന്ന് പറയുന്നത് ലൈൻ ആവാം, സർക്കിൾ ആവാം. എന്ന് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് എന്ന് വെച്ചിട്ടാണ്. കോംപ്ലക്സ് പ്ലെയിനുമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് സെഡ് ബിലോങ്സ് ടു സി എടുത്തു. സി എന്ന് പറയുന്നത് സർക്കിൾ. ആ സർക്കിൾ ഏതിലൂടെ പാസ് ചെയ്യുന്നു? Z1 Z2 Z3 ഇവിടെ പാസ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന, അപ്പോൾ ഈ Z എന്ന് പറയുന്ന ആള് സിയിലെ ആളാണ്. സി എന്ന് പറയുന്നത് സർക്കിൾ ആവാം, സ്ട്രെയിറ്റ് ലൈൻ ആവാം. ആ സർക്കിളിലെയോ സ്ട്രെയിറ്റ് ലൈനിലെയോ ബാക്കി 3 പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്, Z1 Z2 Z3. അപ്പോൾ ക്രോസ് റേഷ്യോ എങ്ങനെ പറയാം? ക്രോസ് റേഷ്യോ Z1 Z2 Z3. ഈ 4 പോയിന്റും നിങ്ങൾക്കറിയാം അല്ലേ? 4 പോയിന്റും സർക്കിളിലോ സ്ട്രെയിറ്റ് ലൈനിലോ ആണ് കിടക്കുന്നതെങ്കിൽ ക്രോസ് റേഷ്യോ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അപ്പോൾ Z1 Z2 Z3 എന്ന് പറയുന്നത് റിയൽ ആണെങ്കിൽ എന്താ? കോൺജുഗേറ്റും സെഡും സെഡ് കോൺജുഗേറ്റും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്?
സെഡ് ഡെഫിനേഷനുമായിട്ട് നോക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ആർ സിമെട്രിക്. അപ്പോൾ ഇങ്ങനെ കിട്ടി നിങ്ങൾക്ക്. അപ്പോൾ എന്താ കിട്ടുന്നത്? സെഡ് ഈസ് സിമെട്രിക് ടു ദംസെൽസ് വിത്ത് റെസ്പെക്ട് ടു സി. അപ്പോൾ ഈ സെഡ് എവിടെ നിന്ന് എടുത്തത്? നമ്മൾ സർക്കിളിലെയോ സ്ട്രെയിറ്റ് ലൈനിലെയോ പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്രോസ് റേഷ്യോ ഇസ് റിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി 4 points ലൈ ഓൺ എ സർക്കിൾ ഓർ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ കിടക്കുന്നത് സർക്കിളിലെ പോയിന്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ. അപ്പോൾ എന്തായിരിക്കും? ക്രോസ് റേഷ്യോ റിയൽ ആയിരിക്കും. ക്രോസ് റേഷ്യോ റിയൽ ആണെങ്കിൽ കോൺജുഗേറ്റും കോംപ്ലക്സ് നമ്പർ സെഡും സെഡ് കോൺജുഗേറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സെഡ് ഈസ് സിമെട്രിക് ടു ദംസെൽസ് എന്ന് കിട്ടും. ഇനി അടുത്തെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ റിഫ്ലക്ഷൻ മാപ്പിംഗ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ദി മാപ്പിംഗ് വിച്ച് ക്യാരീസ് സെഡ് ടു സെഡ് സ്റ്റാർ. നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് പഠിച്ചിട്ടുള്ളത് സെഡ് കോൺജുഗേറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ സിമെട്രിക് പോയിന്റ്സ്, അത് സിമെട്രിക് പോയിന്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈസ് എ വൺ വൺ കറസ്പോണ്ടൻസ് ആൻഡ് ഇസ് കോൾഡ് റിഫ്ലക്ഷൻ. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെഡിനെ സെഡ് കോൺജുഗേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കുന്ന റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ല. അപ്പോൾ ഇതിന് ജനറൽ ആയിട്ട് ഒരു എലമെന്റിനെ അതിൻ്റെ സിമെട്രിക് പോയിന്റ്സിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ എന്തെന്ന് പറഞ്ഞ് ലൈന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി. ലൈന് വിത്ത് റെസ്പെക്ട് ടു 2 points സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്തായിരുന്നു? ആ ലൈനിലെ ഏത് 2 point എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഈ സെഡിലോട്ടും സെഡ് സ്റ്റാറിലോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കും, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. ലെറ്റ് സി ബി എ സർക്കിൾ വിത്ത് ഇൻഫിനിറ്റ് റേഡിയസ്. ദാറ്റ് മീൻസ് സി ഇസ് എ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ. Then C is a straight line. Then for any point Z1, Z2, Z3 on C, അതിലെ 3 points എടുത്തു, ക്രോസ് റേഷ്യോ ഡിഫൈൻ ചെയ്തു. അപ്പോൾ സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ആർ സിമെട്രിക് പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ passes through Z1, Z2, Z3. So by the definition of symmetry we can say that the cross ratio, these two cross ratio, that means cross ratio Z star Z1, Z2, Z3 is equal to cross ratio Z1, Z2, Z3 whole conjugate. Then now you just apply the definition of cross ratio and just simplify. So what we obtain, this implies distance from Z star to Z2 and distance from Z to Z2. So Z2 എന്ന് പറഞ്ഞാൽ എവിടുത്തെ പോയിന്റാ? Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇൻഫിനിറ്റ് റേഡിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫിനിറ്റ് റേഡിയസ് ആണ്, സോ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡിസ്റ്റൻസ് ഫ്രം സെഡ് ആൻഡ് സെഡ് സ്റ്റാർ. ഡിസ്റ്റൻസ് ഫ്രം സെഡ് ടു എ പോയിന്റ് ഓൺ ദി സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം സെഡ് സ്റ്റാർ ടു എ പോയിന്റ് ഓൺ ദി സ്ട്രെയിറ്റ് ലൈൻ. Z2 ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, സ്ട്രെയിറ്റ് ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് സെഡിലോട്ടുള്ള ഡിസ്റ്റൻസും സെഡ് സ്റ്റാറിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇതാണല്ലോ ഡിസ്റ്റൻസ് മോഡുലസ് ഈ കേസിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇൻഫിനിറ്റ് റേഡിയസ് ആയിട്ട് വരുന്ന കേസ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈനൈറ്റ് റേഡിയസ് ആണ്. ലെറ്റ് സി ബി എ ഫൈനൈറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് എ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നെറ്റിനൊക്കെ ചോദിക്കാവുന്നൊരു കൺസെപ്റ്റാണിത്. ലെറ്റ് സി ബി എ ഫൈനൈറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ പാസിംഗ് ത്രൂ, പകുതിയേ ഉള്ളൂ അല്ലേ, പാസിംഗ് ത്രൂ ദി പോയിന്റ് Z1, Z2, Z3. ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് എ എന്ന് പറയുന്നത് സെൻറ്ററും 6 റേഡിയസും ആണെങ്കിൽ സി എ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സെറ്റ് നൊട്ടേഷനിൽ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് Z such that distance between Z and A is equal to R ആയിരിക്കും അല്ലേ? സർക്കിൾ എങ്ങനെയാണ്? ഇപ്പോൾ യൂണിറ്റ് സർക്കിൾ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതൊരു സർക്കിൾ, യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1. നിങ്ങൾ എങ്ങനെ ചെയ്താൽ സെറ്റ് നൊട്ടേഷനിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ്, ഒറിജിനാണ് സെൻറ്റർ എങ്കിൽ മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 1 കിട്ടിയോ? അപ്പോൾ അല്ലെങ്കിൽ മോഡ് സെറ്റ് സ്ക്വയർ, സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ കിട്ടിയോ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു R. അതിന് സ്ക്വയർ ചെയ്തിട്ടുള്ളത് പറഞ്ഞു, കാരണം ഇവിടെ സിംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. മോഡ് സെറ്റ് മൈനസ് എ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് കോൺജുഗേറ്റ് അപ്ലൈ ചെയ്യാലോ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബാർ, ഇവിടെ സെഡിന് പകരം സെറ്റ് മൈനസ് എ, അതിൻ്റെ കോൺജുഗേറ്റ് സെറ്റ് ബാർ മൈനസ് എ ബാർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ക്വയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സാധാരണ സി മാത്രം പറയുകയാണെങ്കിൽ
നമുക്ക് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നതെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഇസ് ഈക്വൽ ടു 6. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ സെൻറ്ററും 6 റേഡിയസും ആണ്. ഇതിന് ജസ്റ്റ് സ്ക്വയർ ചെയ്തത്, കാരണം ഫർദർ സിംപ്ലിഫിക്കേഷൻ വി നീഡ് ഫർദർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദിസ് ഐഡിയ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന സിൻസ് അപ്പോൾ 2 സിമെട്രിക് പോയിന്റ്സ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ വിത്ത് ഫൈനൈറ്റ് റേഡിയസ് എടുത്തു. വിത്ത് റെസ്പെക്ട് ടു സിൻസ് സെഡ് ആൻഡ് സെഡ് സ്റ്റാർ ആർ സിമെട്രിക് പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു സി, ഈ പോലെയായ വിത്ത് റെസ്പെക്ട് ടു സി ക്രോസ് റേഷ്യോ ഓഫ് ഇതെന്തായിരിക്കും? ഡെഫിനിഷൻ ഓഫ് സിമെട്രി പ്രകാരം 2 ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ല, അതിനനുസരിച്ച് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? ടി സെഡ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എ. ഇത് നിങ്ങൾക്ക് അറിയാം ആരാന്ന് അല്ലേ, എന്നത് ട്രാൻസ്ലേഷൻ. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്തു ടി സെഡ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എ. ദെൻ എന്തെന്നാ പറയുന്നത്? ക്രോസ് റേഷ്യോ ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കറിയാം. അതായത് അതൊന്ന് ജസ്റ്റ് ആ തീറം ഒന്ന് ഇവിടെ കോട്ട് ചെയ്തു മാത്രം. ബ്രാക്കറ്റിൽ സെറ്റ്സ് ക്രോസ് റേഷ്യോ സെറ്റ് സെഡ് 1 സെറ്റ് 2 സെറ്റ് 3 ഇസ് ഈക്വൽ ടു ക്രോസ് റേഷ്യോ ടി സെറ്റ് 1 ടി സെറ്റ് 2 ടി സെറ്റ് 3. അതായത് ഇറ്റ് ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇഫ് ടി is a linear transformation, these two cross ratios are equal. So you just apply the result here also. What will happen to this? You just take this cross ratio set Z1 set 2 set 3 whole conjugate is equal to cross ratio of T set TZ1 TZ2 TZ3 conjugate. Just apply the property of linear transformation here. Now what is your TZ here? TZ is equal to Z minus A. TZ1 is equal to Z1 minus A. Z2 is equal to Z2 minus A. You just apply the transformation. And now apply the property of conjugate. It is equal to just whole conjugate varum, ഓരോരുത്തരുടെയും conjugate varum, and then you split the conjugate. Okay, then it is equal to modulus of z bar minus a bar comma r square divided by z1 minus r square divided by അതാണ് പറയുന്നത് z bar minus a bar r square divided by z1 minus a. ഇതെങ്ങനെ കിട്ടിയത്? z1 bar minus a bar എന്ന് പറയുന്നത് r square divided by z1 minus a എന്ന് എങ്ങനെ കിട്ടിയത്? നമുക്ക് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് സി എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണെന്നറിയാം. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് what is mod set square? It is set conjugate. So here instead of set we have z minus a and z minus a whole conjugate, and now I split the conjugate z bar minus a bar. This is equal to r square. So what is your z bar minus a bar here? Z bar minus a bar here, r square by, you just keep this z bar minus a bar as is same. Now your Z1, where your Z1 is from? Your Z1 is from the circle. Okay, the circle. So Z1 satisfies this condition. So if you put Z1 in the place of Z, what will happen? Z1 minus A into Z1 bar minus A bar is equal to R square. So you just keep this term here, Z1 bar minus A bar. Z1 bar minus A bar is equal to R square divided by Z1 minus A. Then similarly, Z2 is also a point on the circle, so it must belong to this set. So that point also satisfies this condition. Z3 is also a point on the circle, so that point Z3 also belongs to C. So Z3 also satisfies this condition. Okay, so you just apply since Z1, Z2, Z3 belongs to C, you just apply the property of that set to C. Okay, now apply the linear transformation. Again, first you apply the linear transformation Z minus A. Now you are applying the linear transformation T Z is equal inversion T Z is equal to R square by Z. അപ്പോൾ എന്താ വരിക? ഇവിടെ അപ്ലൈ ചെയ്യുക. ക്രോസ് റേഷ്യോ ഇസ് ഇൻവേരിയൻ്റ് അണ്ടർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ക്രോസ് റേഷ്യോ Z1 Z2 Z3 ഓൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താ? ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താലും എന്തായിരിക്കും? ഇറ്റ് ഇസ് ഇൻവേരിയൻറ്റ്. സോ
മാറ്റം വരില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഏത് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു, ഇത് അപ്ലൈ ചെയ്യുന്നു. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ആർ സ്ക്വയർ ബൈ സെഡ് വരിക. ടി സെഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ സെഡ്. അപ്പോൾ ടി സെഡ് ബാർ മൈനസ് എ ബാർ എന്താ വരിക, ആർ സ്ക്വയർ ബൈ സെഡ് ബാർ മൈനസ് എ ബാർ. അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ സെഡ് വൺ മൈനസ് എ, സെഡ് ടു മൈനസ് എ, ഈ മൂന്നെണ്ണത്തിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ അപ്ലൈ അനദർ ട്രാൻസ്ഫോർമേഷൻ. ദിസ് ഈസ് ഓൾസോ എ ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് അപ്ലൈ ചെയ്യുക. ഇവിടെ സെഡിന് പകരം ആർ സ്ക്വയർ ബൈ സെഡ് ബാർ മൈനസ് എ ബാർ അങ്ങനെയൊക്കെ വരണമെന്നല്ലേ ഉള്ളൂ. ഇതെടുത്ത് എഴുതി, ഇത് അപ്ലൈ ചെയ്തു, പ്ലസ് എ വന്നു. ഇവിടെ പ്ലസ് എ പറയുമ്പോൾ കട്ട് ചെയ്ത് പോവും. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് ക്രോസ് റേഷ്യോ ഓഫ് സെഡ്, സെഡ് വൺ, സെഡ് ടു, സെഡ് ത്രീ ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ, ഇത് ഇവിടെ എത്തിയില്ലേ ഇപ്പോൾ നമ്മൾ, സെഡ് വൺ, സെഡ് ടു, സെഡ് ത്രീ. So what will happen to your symmetry by comparing the definition of symmetry, by applying the definition of symmetry, you can say that these points Z and r square by z bar minus a bar plus a are symmetric points. I told you that in our discussion of the definition of the symmetry, I told you that we use the symbol Z star to define to denote the symmetric point of Z. So what is here, Z and this point are symmetric points. So what is your Z star here? Z star is equal to r square divided by Z bar minus a bar plus a. A is the center of the circle, r is the radius of the circle. This is applicable only in the case of circle with a finite radius. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ട്, ഫൈനൈറ്റ് റേഡിയസ് ഉള്ളൊരു സർക്കിൾ തന്നിട്ട് ഒരു പോയിന്റ് തന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ സിമെട്രിക് പോയിന്റ്സ്, അതിന് സിമെട്രിക് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എത്രയേ ഉള്ളൂ, സർക്കിളിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. പലപ്പോഴും പല കുട്ടികളും കൺഫ്യൂഷൻ വരുത്തുന്നത് സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഈക്വൽ ടു ആർ ആണ് കേട്ടോ. ഇവിടെ പലപ്പോഴും റേഡിയസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ടൊക്കെ എടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ, ഇത് സെൻറ്റർ, ഇത് റേഡിയസ് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സിമെട്രിക് പോയിന്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫൈനൈറ്റ് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിളിന് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി പറയുമ്പോൾ അതിനെ ജോമെട്രിക്കലായിട്ട് നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്, സെഡ് സ്റ്റാർ ഇസ് ഈക്വൽ ടു ദിസ് അല്ലേ കിട്ടിയത്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംപ്ലിഫിക്കേഷനിലെത്താം, ഒരു കൺക്ലൂഷനിലെത്താം. അപ്പോൾ സെഡ് സ്റ്റാർ ആ എ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഇങ്ങനെ വന്നു. എന്താ ചെയ്ത് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ, ആസ്കോ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താ വരുന്നത്, ലാസ്റ്റ് എന്താ വരുന്നത്, സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് പോയിന്റ് ആണല്ലോ. അപ്പോൾ ആറ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എ സെൻറ്റർ. അപ്പോൾ സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് പോയിന്റ്സ് ആണെങ്കിൽ ആ പോയിന്റ്സിന് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, സെഡും സെഡ് സ്റ്റാറും സിമെട്രിക് പോയിന്റ്സ് ആവണമെങ്കിൽ ആ പോയിന്റുകളിൽ നിന്ന് സർക്കിളിൻ്റെ